ഞാൻ വിശ്വസിക്കുകയില്ല. യോഹന്നാൻ 20:25 എന്ന് തോമാസ് ലീഹ പറഞ്ഞത് ഉപാധികളോടെയാണ്. കർത്താവിന്റെ കൈയിലെയും വിലാവിലെയും മുറിപ്പാടുകൾ കാണണം, അതിൽ സ്പർശിക്കണം, എന്നാൽ വിശ്വസിക്കാം. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പുതിയൊരു മാനം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്താണത്? എന്റെ കർത്താവ് എനിക്കു വേണ്ടി മുറിഞ്ഞവനാണ്, അതെനിക്കറിയാം. നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കർത്താവ് മുറിവുകൾ ഉള്ളവനാണെങ്കിൽ അവൻ എന്റെ കർത്താവ് തന്നെ. എനിക്കു വേണ്ടി മുറിഞ്ഞവൻ, എനിക്കു വേണ്ടി സഹിച്ചവൻ, അവനാണ് എന്റെ കർത്താവ്. അവനിൽ ഞാൻ നിസ്സംശയം വിശ്വസിക്കും. സ്നേഹം, സഹനം, വിശ്വാസം എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധവും ഇവിടെ വെളിവാക്കപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്വരം കേൾക്കാം.